ഇയേഴ്സിന് മുന്നെയാണ് എനിക്ക് ഈ ഷോൾഡർ പെയിൻ വരാൻ തുടങ്ങിയത്. ഞാൻ UK പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കാനിൽ അവരൊക്കെ എന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ ഡിലേ ചെയ്തു 1 month, പിന്നെ ഓരോ ഇതിന്. അത് കഴിഞ്ഞിട്ട് അവർ സ്കാനിങ്ങിന് വിട്ടു, ക്യാൻസറിൻ്റെ ഇതിന്. അപ്പോൾ അവർ അവിടെ സ്കാനൊന്നും ചെയ്തില്ല, അവർ തിരിച്ചെന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പെയിനാണ്, എനിക്ക് പേഷ്യൻസിനെ തിരിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, എപ്പോഴും പെയിനാണ്, ഉറങ്ങുമ്പോഴൊക്കെ പെയിനാണ്. ഞാൻ അപ്പുറത്തും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും, ഉറക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പെയിൻ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പം പാസ്റ്ററിനോട് ഇന്നലെ ഞാൻ പാസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, ഇന്ന് നീ സാക്ഷ്യം പറയും, നിനക്ക് സൗഖ്യം കിട്ടും. ഇപ്പോൾ എനിക്ക് ആ പെയിൻ ഇല്ല. പാസ്റ്റർ എന്നോട് ക്ലിയർലി പറഞ്ഞു, ആ ഒരു വെയിൻ നിൻ്റെ എന്തോ ഇത് തടഞ്ഞു കിടക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ലെഗിലേക്കും ഹാൻഡിലേക്കും ഹെഡിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ പെയിൻ ഇല്ല, അവിടെ നിന്ന് ഫുള്ളി പോയി. ദൈവത്തിനോട് 1000 നന്ദിയുണ്ട്. താങ്ക്സ് ടു ഗോഡ് ആൻഡ് പ്രാർത്ഥിച്ച പാസ്റ്ററിനും താങ്ക് യു സോ മച്ച്.